എൻ്റെ പേര് സരിത സമ്പത്ത്. ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ഇതിനാവശ്യമായ സാധനങ്ങൾ: ചെറിയുള്ളി, സപ്പോട്ട, ഏലക്കായപ്പൊടി, 2-ാം പാല്, 1-ാം പാല്, കോക്കനട്ട് കട്ട് ചെയ്തത്, നട്ട്സ്, ബദാം, നെയ്യ് വേണം. പിന്നെ നമ്മൾ ചിക്കു ഒന്ന് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ശർക്കര പാനി, ചിക്കു ഒന്ന് വഴറ്റിയെടുത്തതാണ്. ചെറിയുള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് വെള്ളത്തിലിട്ട് ചൂടാക്കി ആ വെള്ളം കുറച്ച് കളഞ്ഞതിന് ശേഷമുള്ള സാധനങ്ങളാണ് ഇങ്ങനെ. ഈ ഒണിയനെ നമ്മളൊന്ന് വഴറ്റണം, നെയ്യിൽ വഴറ്റണം. ഇതിലേക്ക് മിക്സിയിലൊന്ന് അടിച്ച സപ്പോട്ടേൻ്റെ ഇതിലേക്ക് ഒഴിക്കാം. ഇത് രണ്ടും കൂടെ നെയ്യിൽ വഴറ്റണം. കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യും. ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ 2-ാം പാൽ ഒഴിക്കണം. കുറച്ച് ചുക്കുപൊടി, 1-ാം പാൽ, കുറച്ച് ഏലക്കപ്പാൽ. നമ്മൾ ഈ സപ്പോട്ട ഒന്ന് ഷുഗർ എടുത്തിട്ട് ഒന്ന് സിറപ്പാക്കിയിട്ട് അതിൽ വഴറ്റിയെടുത്തതാണ്. ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്. നമ്മളെ ഒണിയൻ ചിക്കു ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിടണം. ലാസ്റ്റ് കുറച്ച് ബദാം. ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്ക് കൂടുതൽ ടെൻഷനാണ്. അപ്പോൾ സാധാരണ നമ്മൾ കൊച്ചുള്ളി വെച്ച പായസം, ഞാൻ കൊച്ചുള്ളി വറക്കിയത് നമ്മൾ വീട്ടിലുണ്ടാക്കും, ലേഹ്യം പോലെ, അതുപോലെ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു പായസം ഈ രീതിയിൽ വേറെ ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ കൂടെ ആ ചിക്കുവിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നന്നായി. അതെ, പ്രഥമൻ പേര്, മോളോണിയൻ ചിക്കു പ്രഥമൻ. ഒരു കോൺസെപ്റ്റ് വൈസ് നല്ലത് തന്നെയല്ലേ? അപ്പം എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. തയ്യാറെടുപ്പ് നോക്കി കൃഷ്ണ, ഇതെല്ലാം കുറച്ച് തീമാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഓണമല്ലേ, അപ്പോൾ ഒരു ഫെസ്റ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒണിയൻ ചിക്കു പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ആരംഭിക്കാം.